നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. നാളെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ദൈനംദിന സംഘർഷങ്ങളിൽ നിന്നും മനസ്സിന് ഒരാശ്വാസമാണ് ഭാരതീയ ആചാര്യന്മാർ വിഭാവന ചെയ്ത യോഗശാസ്ത്രം. യോഗ ചിത്ത വൃത്തി നിരോധ എന്നാണ് പതഞ്ജലി മഹർഷി യോഗയെ നിർവചിച്ചിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നവന് മാത്രമേ സന്തുഷ്ട ചിത്തനാകാനാകൂ. ഉചിതമായി പരിശീലിച്ചാൽ യോഗ വിസ്മയം കാട്ടുമെന്ന് ആധുനിക ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. യോഗ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കലയാണ്. ഇവ രണ്ടും സജ്ജമായാൽ മതി. മറ്റൊരു ബാധയും യോഗ പരിശീലിക്കാൻ ആവശ്യമില്ല. ഏറെ ആയാസങ്ങളൊന്നുമില്ലാതെ അനായാസം യോഗ പരിശീലിക്കാം. സ്വസ്ഥമായ മനസ്സ്, സംഘർഷങ്ങളില്ലാത്ത അവസ്ഥ, ഏകാഗ്രത എന്നിവ യോഗയുടെ ഉറപ്പ് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. കുട്ടികൾക്ക് പോലും എളുപ്പം പരിശീലിക്കാവുന്ന യോഗ രീതികളുണ്ട്. കൃത്യമായി പരിശീലിക്കേണ്ടതാണ് യോഗ. ഇടയ്ക്ക് നിർത്തിയാൽ യോഗ കൊണ്ട് ഫലമില്ലെന്ന് മാത്രമല്ല, വിപരീത ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതിനാൽ പൂർണ്ണ താല്പര്യത്തോടുകൂടി മാത്രം യോഗ പരിശീലിക്കാൻ തയ്യാറാകണം. ക്ഷമയോടെ പരിശീലിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലമുണ്ടാകൂ. ശരീരത്തെയും മനസ്സിനെയും പുനരുജ്ജീവിപ്പിക്കുകയാണ് യോഗ. ഏറെ നാൾ നിലനിൽക്കുന്ന സ്വസ്ഥാനുഭൂതിയാണ് യോഗ പകരുന്നത്. യോഗാസനങ്ങൾ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ നീക്കി വഴക്കമുള്ളതും ഊർജ്ജസ്വലവുമാക്കുന്നു. സകല ശാരീരിക വ്യവസ്ഥകളെയും സമതുലനപ്പെടുത്തുന്നു. പ്രാണായാമം മനസ്സിനെ ശുദ്ധീകരിച്ച് സമചിത്തത കൈവരിക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം ആഹാരത്തിലും നിഷ്ഠ പുലർത്തിയാൽ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾ തടയാനും സുഖജീവിതം നയിക്കാനും കഴിയും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത് കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രിതാൻ യത് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർ ഭവാംഭോ നിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. യസ്യൈവ സ്ഫുരണം സദാത്മകമസത് കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രിതാൻ യത് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർ ഭവാംഭോ നിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ.
അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഉണ്ടായി നശിക്കുന്ന സകലതും അസത്കൽപ്പമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്ത് കാണുന്നുവോ അതെല്ലാം അസത്കൽപ്പമാണ്. ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാളെയൊട്ട് ഉണ്ടാവുകയുമില്ല, ഇന്നുണ്ടെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇങ്ങനെ അസത്കൽപ്പമായിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളെയും നാം കാണുന്നത്. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 3-ാം ശ്ലോകത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കേൾക്കാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 3-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസതേ. യാതൊന്നിൻ്റെ സ്ഫുരണം, സദാത്മകമായത്, വ്യഷ്ടിയായാലും സമഷ്ടിയായാലും എല്ലാ ഉപാധികളെയും പ്രവർത്തിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത് സത്തത്വമാണ്, ഉണ്മയാണ്, ചൈതന്യമാണ്. വ്യഷ്ടിയിൽ സകല ഇന്ദ്രിയങ്ങളും അന്തഃകരണ വൃത്തികളും പ്രാണങ്ങളും മറ്റെല്ലാ ഉപാധികളും എന്തിനാലാണ് പ്രവർത്തിതങ്ങളാവുന്നത്? അതുപോലെ സമഷ്ടിയിൽ സൂര്യനായാലും അഗ്നിയായാലും വായുവായാലും അനേക കോടി ദേവതകൾ എന്തിനാലാണ് പ്രവർത്തിതമാകുന്നത്? ഇത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ സദാത്മകമായ ഉണ്മയാകുന്ന അതിൻ്റെ സ്ഫുരണമാണിതെല്ലാം. ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് നിരീക്ഷിച്ചാൽ ഒരണുകണത്തിൻ്റെ സ്പന്ദനത്തിൽ പോലും, അല്ലെങ്കിൽ ഒരു ജലം ഒഴുകുന്നതായാലും കാറ്റ് വീശുന്നതായാലും അഗ്നി ജ്വലിക്കുന്നതായാലും, ഒരു മൊട്ട് പൂവായി വിടരുന്നതായാലും ഒരു കുഞ്ഞ് കരയുന്നതായാലും ചിരിക്കുന്നതായാലും ഇന്നതൊന്നില്ല. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു പ്രതിഭാസത്തിൻ്റെ പിന്നിലും അത്ഭുതകരമായ സത്തത്വത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ സ്ഫുരണമാണ് ഈ കാണുന്നതെല്ലാം. പല ഭാവങ്ങളിൽ, പല ആവിഷ്കാരങ്ങളിൽ ഏകമായ സത്യം സ്ഫുരിക്കുകയാണ്. അതിനെ ചൂണ്ടിക്കൊണ്ടാണ് യസ്യൈവ സ്ഫുരണം സദാത്മകം. വാസ്തവത്തിൽ അത് ഉണ്മയാണ്, സദാത്മകമാണ്. എന്നാൽ അസത്കൽപ്പാർത്ഥകം ഭാസതേ, അസത്കൽപ്പാർത്ഥകമായി ഭാസിക്കുന്നു. ഏതെല്ലാം രീതിയിലാണ് ഭാസിക്കുന്നത് അതെല്ലാം താത്കാലികങ്ങൾ മാത്രമാണ്, അതെല്ലാം ആപേക്ഷികങ്ങൾ മാത്രമാണ്. ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, വളരുന്നു, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു, തളരുന്നു, നശിക്കുന്നു. ഈ വിധത്തിലാണ് പ്രപഞ്ചത്തിലെ സകല സ്ഫുരണങ്ങളും. അപ്പോൾ പ്രപഞ്ചത്തിൽ വ്യഷ്ടിയിലായാലും സമഷ്ടിയിലായാലും ഏതെല്ലാം രീതിയിൽ സത്തത്വം അഭിവ്യക്തമാകുന്നുവോ അതെല്ലാം അസത്കൽപ്പാർത്ഥകം, മിഥ്യാരൂപമാണ്. അവിടെ ആചാര്യൻ അസത്തെന്ന് പറയുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അസത്തെന്ന് പറഞ്ഞാൽ അത്യന്തം ഇല്ലാത്തതെന്ന് അർത്ഥം വരും. ഇല്ലാത്തത് ശൂന്യമാണ്, ശൂന്യമെന്നൊന്നില്ല. പലപ്പോഴും വേദാന്ത വിചാരത്തിൽ ശരിയായ സമ്പ്രദായ ശുദ്ധിയോടുകൂടി അല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ സർവം ശൂന്യം എന്നുള്ള ബൗദ്ധ ശൂന്യവാദത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഒരു തരത്തിലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ശൂന്യമെന്നൊന്നില്ല, ശൂന്യം ഇല്ലായ്മയാണ്. ഇല്ലായ്മ എങ്ങനെ ഉണ്ടാവും? എല്ലാത്തിനും അധിഷ്ഠാനമായി ഉണ്മയുണ്ട്, ഉണ്ട്. അതുകൊണ്ട് പ്രപഞ്ചാകാരത്തിൽ സ്ഫുരിക്കുമ്പോൾ അതിന് അസത്തെന്ന് പറയാൻ വയ്യ. എന്നാൽ സത്തെന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. എന്തുകൊണ്ട് സത്തെന്ന് പറയാനൊക്കില്ല? കാരണം നിലനിൽക്കുന്നില്ല. കാണുന്നത് കാണാതാകുന്നു. എല്ലാം ആവിർഭവിച്ച് തിരോഭവിക്കുന്നതാണ്. അല്ലാതെ ഉള്ളതായി നിലനിൽക്കുന്നതായി ഒരു പ്രപഞ്ചാഭിവ്യക്തിയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടിത് സത്തല്ല. ഇല്ല എന്ന് പറയാൻ ഒക്കില്ല, അതുകൊണ്ടോട്ട് അസത്വമല്ല. അതുകൊണ്ട് പറഞ്ഞു അസത്കൽപ്പം.
അസത്ത് പോലുള്ള ഈ അസത്കൽപ്പം എന്നുള്ളതിന് വേദാന്തശാസ്ത്രം പറയുന്ന ഒറ്റവാക്കാണ് മിഥ്യ എന്നുള്ളത്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ളിടത്ത് വേദാന്തത്തിൻ്റെ സാരം നമുക്ക് സംഗ്രഹിക്കാം. അവിടെ ജഗത്തില്ല എന്നല്ല ആചാര്യം പറയുന്നത്. സദ്ഭിന്നമായിട്ട് ജഗത്തില്ല. ജഗത്ത് ഉള്ളതായി കാണപ്പെടുമ്പോഴും അറിയപ്പെടുമ്പോഴും സദ്ഭിന്നമായിട്ടില്ല. വേദാന്ത വിദ്യാർത്ഥികൾ ഒരു പക്ഷേ കേട്ട് മടുത്ത ദൃഷ്ടാന്തമായിരിക്കും സ്വർണത്തിൻ്റെതും ആഭരണത്തിൻ്റെതും അല്ലെങ്കിൽ മണ്ണിൻ്റെതും പാത്രത്തിൻ്റെതുമൊക്കെ ആവട്ടെ. പക്ഷെ അത് നൽകുന്ന സന്ദേശം ചിരന്തനമാണ്. അവിടെ പാത്രമില്ല എന്നോ ആഭരണമില്ല എന്നോ ഒരാചാര്യനും പറയില്ല. മണ്ണിൽ നിന്ന് ഭിന്നമായിട്ട് മൺപാത്രമില്ല, സ്വർണത്തിൽ നിന്ന് ഭിന്നമായിട്ട് സ്വർണ്ണാഭരണമില്ല എന്നാണ് പറയുക. അധിഷ്ഠാന സത്തിൽ നിന്ന് ഭിന്നമായിട്ടൊരു അഭിവ്യക്തിയില്ല. അപ്പോൾ അഭിവ്യക്തിയുടെ തലത്തിന് അത് മിഥ്യയാണ്. അസത്കൽപ്പാർത്ഥകം ഭാസത്തെ. അപ്പോൾ ഈ അസത്കൽപ്പം എന്താണ് ഭാസിക്കുന്നത്? സദാത്മകമാണ് ഭാസിക്കുന്നത്. ഏകമായ ഉണ്മ സത്ത് നാമരൂപാത്മകമായി മിഥ്യാഭാവത്തിൽ പ്രകാശിക്കുകയാണ്. അപ്പം മിഥ്യാഭാവത്തിൽ പ്രകാശിക്കുന്ന സകലത്തിൻ്റെയും അടിസ്ഥാനം സത്താണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ വേദാന്ത വിചാര പദ്ധതിയിൽ ഒരാൾ വന്ന് പറയുകയാണ് ജഗൻ മിഥ്യ എന്ന് പറഞ്ഞു, ശരിയാണ്. മറ്റൊരാൾ വന്ന് പറയുകയാണ് ജഗത് സത്തെന്ന് പറഞ്ഞാൽ അതും ശരിയാന്ന് പറയേണ്ടി വരും. കാരണം ജഗത്തുണ്ട് എന്ന് പറയുന്നിടത്തെ ഉണ്മ സത്താണ്. സത് ഭിന്നമായിട്ട് ജഗത്തില്ല. ഈ ഒരു ഭാവത്തെ സൂചിപ്പിക്കാനാണ് അസത്കൽപ്പം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉള്ളതായ യാതൊരു സദാത്മകമായതിൻ്റെ സ്ഫുരണമാണോ അസത്കൽപ്പാർത്ഥകമായി പ്രകാശിക്കുന്നത്, യാതൊന്നിനെയാണോ വേദവാക്യങ്ങൾ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ ഉപദേശിക്കുന്നതെന്ന് തുടർന്ന് പറയുന്നു. ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഈ രാമായണ കാവ്യം ആർക്ക് വേണ്ടിയാണ് വാൽമീകി രചിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനെതിരെ ഉയരുന്ന പല ആക്ഷേപങ്ങൾക്കും ഉള്ള മറുപടി ഇവിടെ കാണുന്നുണ്ട്. രാമായണത്തിലെ 100-ാമത്തെ ശ്ലോകം, രാമായണത്തിലെ 100-ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ അത് ബാലകാണ്ഡത്തിൻ്റെ 1-ാം സർഗത്തിലെ 100-ാമത്തെ ശ്ലോകമാണ്. ആർക്ക് വേണ്ടിയാണ് ഈ രാമായണം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വാൽമീകി അവിടെ പറയുന്നുണ്ട്. ഇതം പവിത്രം പാപഘ്നം വേദൈശ്ച സംയുതം യഹ് പഠേത്. പവിത്രമായിട്ടുള്ള വൈദികാശയങ്ങൾ വേദങ്ങളോട് കൂടിയ ഈ രാമായണം ആർ പഠിക്കുന്നുവോ അവർ സർവകിൽബിഷൈഹി മുച്യതേ. എല്ലാ കിൽബിഷം പാപം, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായിത്തീർന്ന് അവർ സംശുദ്ധരായി മാറുന്നു എന്ന് വാൽമീകി അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു എങ്ങനെ ഏതെല്ലാം വിധത്തിൽ ഉത്കർഷം നേടുന്നു എന്നുകൂടെ വാൽമീകി അവിടെ പറയുന്നുണ്ട്. പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമീയാത് സ്യാത് ക്ഷത്രിയോ ഭൂമിപതിത്വമീയാത് വൈശ്യശ്ച പണ്യഫലത്വമീയാത് ജനശ്ച ശൂദ്രോപി മഹത്വമീയാത് എന്ന് പറയുന്നു. നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താണ്? വേദങ്ങൾ പഠിക്കുന്ന ശൂദ്രൻ. വേദം കേട്ടാൽ തന്നെ അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നൊരു നിയമമുണ്ട് എന്ന് പലരും നമ്മുടെ സംസ്കാരത്തെ നിന്ദിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മുടെ ഉപനിഷത്തുകൾ തന്നെ വായിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ചാന്തോഗ്യോപനിഷത്തിൻ്റെ 4-ാം അധ്യായം മാത്രം വായിച്ചു നോക്കിയാൽ മതി. ശൂദ്രനായിട്ടുള്ള സത്യകാമൻ എന്ന ബാലനെ ഉപനയനം ചെയ്ത് ഹരിദ്രമത ഗൗതമൻ എന്ന ബ്രാഹ്മണനാക്കി തീർത്ത കഥ അവിടെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞതുകൊണ്ടാണ്. അപ്പം അതിലേക്ക് പോകാൻ നമുക്കിപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നേരമില്ല. മറ്റൊരു സന്ദർഭത്തിൽ നമുക്കതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറയാണ് ഈ വേദങ്ങളുടെ ആശയമാണ്
ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലെയും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ആശയം എത്തുമ്പോൾ പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമീയാത്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സാധാരണ ഇതിൽ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമാണ്. പൂണൂലിടുന്ന എല്ലാവരെയുമാണ് അവിടെ ദ്വിജനായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ തന്നെയാണ്. ബ്രാഹ്മണൻ ഈ രാമായണം പഠിക്കുന്നതിലൂടെ വാഗ്വൃഷഭത്വമീയാത്, വാക്കുകളിൽ വൃഷഭമായി തീരട്ടെ. വൃഷഭം എന്ന വാക്കിന് കാള എന്ന അർത്ഥമാണ് നമ്മൾ എപ്പോഴും വ്യാപകമായി നമ്മൾ കൽപ്പിക്കാറുള്ളത്. പക്ഷേ വർഷണം, വർഷിക്കുക, വർഷണം കൊണ്ട് ഭാസിക്കുന്നവനാണ് വൃഷഭം എന്ന് പറയുന്നത്. വാക്കുകളെ വർഷിക്കണം. ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബൃംഹണം ചെയ്യുന്നവൻ എന്നർത്ഥം. ബൃംഹണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബൃഹത്തായിട്ട് പറയുക. ബൃഹത്തായിട്ട് പറയുക. നമ്മുടെ തിരുലിഖിതങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായ വിധത്തിലാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിനെ ബൃഹത്തായി, അതിനെ വിപുലമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതാണ് ബൃംഹണം ചെയ്യാനുള്ള കഴിവ്. ആ ബൃംഹണം ചെയ്യാനുള്ള കഴിവിലൂടെ എങ്ങനെയാണ് ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കേണ്ടത്, എത്രമാത്രം വാക്സാമർഥ്യം ഉണ്ടാകുന്നു എന്നത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ഒരു പുണ്യമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ആചാര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് വേദത്തിൽ തന്നെ പറയുന്നതാണ്. ശതധാരമുത്സം അക്ഷീയമാണം വിപശ്ചിതം പിതരം വക്ത്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേ തം രോദസി പിഭൃതം സത്യവാചം എന്നാണ്. ശതധാരം, 100 കണക്കിന് ജലധാരയന്ത്രങ്ങളിലൂടെ ജലം പ്രവഹിക്കുന്നത് പോലെ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വരണം, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ. അതെങ്ങനെയായിരിക്കണം? ഉത്സവും അക്ഷീയമാനവും ആയിരിക്കണം. ഉത്സം എന്ന് പറഞ്ഞാൽ അത് നിലയ്ക്കാത്തതാവണം. അക്ഷീയമാനം, നിലയ്ക്കാത്തതായാൽ മാത്രം പോരാ, അത് ക്ഷയിക്കാനും പാടില്ല. അപ്പോൾ ഏത് വിധത്തിൽ അത് പുറത്തേക്ക് നിർഗമിക്കുന്നുവോ അതേപോലെ അതേ ശക്തിയിൽ വാക്കുകൾ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പ്രവഹിപ്പിക്കുവാൻ ശക്തനായിരിക്കണം ബ്രാഹ്മണൻ. എന്നാൽ മാത്രമേ നമ്മുടെ ഇതിഹാസങ്ങളുടെയും വേദങ്ങളുടെയും ഒക്കെ താത്പര്യാർത്ഥം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ള ആ വാഗ്വൃഷഭത്വം ബ്രാഹ്മണന് സിദ്ധിക്കുമാറാകട്ടെ. അപ്രകാരം പറഞ്ഞെങ്കിൽ രാമായണം പഠിക്കുമ്പോൾ വൈദികങ്ങളെ ആശയങ്ങൾ അതിൽ ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കുന്നത് വേദങ്ങളെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ദുർഗ്രഹങ്ങളായ എന്തൊക്കെയോ കുറേ മന്ത്രങ്ങളുടെ ഒരു സമാഹാരം എന്ന് മാത്രമേ ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെയല്ല. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്രകാരം നമ്മൾ ഇടപെടണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വേദങ്ങൾ. അങ്ങനെ വൈദിക ആശയങ്ങളെ ബൃഹത്തായി പറയുന്നതിനുള്ള സാമർഥ്യം ബ്രാഹ്മണനുണ്ടാകട്ടെ. അതാണ് പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമീയാത്, വാക്കുകളെ വർഷിക്കുന്നതിന് ശക്തനായി തീരട്ടെ. സ്യാത് ക്ഷത്രിയ ഭൂമിപതിത്വമീയാത്, ക്ഷത്രിയൻ ഭൂപതിയായിരിക്കട്ടെ, ഭൂമിക്ക് അധിപനായിരിക്കട്ടെ. രാജാക്കന്മാരെ ക്ഷതങ്ങളിൽ നിന്ന് ജനങ്ങളെ ത്രാണം ചെയ്യുന്നതിന് സ്വന്തം പ്രാണനെപ്പോലും അവഗണിച്ചുകൊണ്ട്, അത് ഈ 3 വർണ്ണങ്ങൾക്കുള്ള പ്രത്യേകതയാണത്. എന്താണ്? അവരുടെ യൂണിഫോമാണ്. ഈ പൂണൂലെന്ന് പറയുന്നത് ധർമ്മകഞ്ചുകമാണ്. ധർമ്മകഞ്ചുകം എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന യൂണിഫോം കുട്ടികളുടെ യൂണിഫോം അല്ല, അത് ഗണവേഷമാണ്. ഒരു സ്കൂളിലെ കുട്ടികളെക്കെല്ലാം ഒരു വേഷം ഗണവേഷമാണ്. അതല്ലാതെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ധരിക്കുന്ന യൂണിഫോമാണ് ധർമ്മകഞ്ചുകം എന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരം ആ ധർമ്മകഞ്ചുകം അണിഞ്ഞവർ സ്വന്തം സുഖസൗകര്യങ്ങളോ പ്രാണനെപ്പോലും നോക്കാതെ വേണം അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ. അപ്രകാരം ബ്രാഹ്മണന് ഭൂമിപതിത്വമുണ്ടാകട്ടെ. വൈശ്യൻ ഫലത്വമീയാത്, വിപണനം, വസ്തുവകകളുടെ വിപണനം ചെയ്യൽ. അപ്പോൾ കൃഷിയിലൂടെ ലഭിക്കുന്ന വസ്തുക്കളെ വിപണനം ചെയ്ത് ഉത്പാദനത്തിലൂടെയും വിപണനത്തിലൂടെയും വൈശ്യൻ സമ്പന്നനായി തീരട്ടെ. ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്, ശൂദ്രനും എന്താകട്ടെ? പഠിച്ച് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ അവസ്ഥ
ശുക്ക് എന്ന് പറഞ്ഞാൽ ശോകം എന്നാണ് അർത്ഥം. ശോകം കൊണ്ട് ദ്രവിച്ചു കൊണ്ടിരിക്കുന്നവനെയാണ് ശൂദ്രൻ എന്ന് പറയുക. തൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് ആലോചിച്ച് സ്വയമേവ നശിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ശൂദ്രൻ. അങ്ങനെയല്ല, ആ അവസ്ഥയിൽ ഇരിക്കേണ്ടവനല്ല താൻ എന്ന് മനസ്സിലാക്കുകയും തൻ്റെ ഗുണകർമ്മങ്ങൾക്ക് അനുസൃതമായി ഉത്കൃഷ്ടമായിട്ടുള്ള തൊഴിലുകളിലേക്ക് അവൻ മാറുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്രകാരം തന്നെയാണ് പറയുന്നത്. ശൂദ്രൻ എന്താണ്? ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം രാജന്യസ്യ തഥാപത്യം വൈശ്യാപത്യം തഥൈവച്ച. ആരും തന്നെ ജനിച്ച വർണ്ണങ്ങളിൽ ഇരിക്കേണ്ടവരല്ല. വർണ്ണം സ്വയം സ്വീകരിക്കുന്നതാണ്. വൃണോതി, സ്വീകരിക്കുന്നു. തൻ്റെ ധർമ്മമായി, തൻ്റെ തൊഴിലായി സ്വീകരിക്കുന്നതാണ് ധർമ്മം. അപ്പോൾ എല്ലാവരും അവനവൻ്റെ താത്പര്യങ്ങൾക്കും ഗുണങ്ങൾക്കും അനുസൃതമായിട്ടുള്ള വർണ്ണങ്ങളിലേക്ക് മാറി അവർക്ക് പറ്റിയ തൊഴിൽ, മനസ്സിനിണങ്ങിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാകട്ടെ എന്നുള്ള വലിയ ദർശനം വാൽമീകി ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാതുർവർണ്ണ്യം നിന്ദിക്കത്തക്ക ഒന്നല്ല, അതൊരു തൊഴിൽ വിഭജനമാണ്. ആർക്കും അവനവൻ്റെ ഇഷ്ടത്തിനും താത്പര്യത്തിനും അനുസരിച്ച വർണ്ണങ്ങൾ സ്വീകരിക്കാം എന്നുള്ള ആശയം കൂടെ ഇവിടെ സ്പഷ്ടമാക്കപ്പെടുന്നുണ്ട്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.